പാമ്പിന് പാലും മുട്ടയുമൊക്കെ കൊടുക്കുന്ന ഒരു മഖ്ബറ ഇവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളും പറയാനുണ്ട്. വളരെ ഹ്രസ്വമായി വിഷയം മാത്രം അവതരിപ്പിക്കുന്നു. മക്കാമിന്റെ പിന്നിൽ കാണുന്ന ഈ മരം, ഇതിനകത്ത് മുഴുവനും പാമ്പുകളാണ്. ഈ പാമ്പുകൾ രാത്രിയിൽ ഈ മരച്ചുവട്ടിലേക്ക് ഇറങ്ങി വരും. ഇവിടെ നേർച്ച കൊടുക്കുന്ന പാലും മുട്ടയുമൊക്കെ ഈ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. രാത്രിയിൽ ഇറങ്ങി വരുന്ന അഥവാ മഗ്‌രിബ് ശേഷം ഈ മക്കാമിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്തരം ചില അനാചാരങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ ചില മക്കാമുകളെങ്കിലും ഇപ്പോഴും പച്ച വെളിച്ചം പോലെ നടത്തപ്പെടുന്നുണ്ട് എന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും അറിവുള്ള കാര്യമായിരിക്കും. ഇത്തരം അനാചാരങ്ങൾ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടതും അതുപോലെ തന്നെ അത് തുടച്ചു നീക്കപ്പെടേണ്ടതും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ തർക്കവുമില്ല. എന്നാൽ ഈ വീഡിയോ ഞാൻ മാസങ്ങൾക്ക് മുമ്പേ കണ്ടതാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇപ്പോൾ അൻസാരി സൂരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങളെ ശ്രദ്ധയിൽ കൂടി അത് പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം കേരളത്തിലെ ചില ഉമ്മമാരും പെങ്ങന്മാരും എങ്കിലും അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടോ കാര്യങ്ങളെല്ലാം നേടിക്കിട്ടാൻ വേണ്ടി ഇത്തരം കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്ന ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ചില ഓൺലൈൻ മജ്ലിസുകളാണെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ചില മക്കാമുകളാണെങ്കിലും വളരെ സുഗമമായിട്ട് അവർക്ക് നല്ല ഫണ്ടും അതുപോലെ തന്നെ ഇത്തരം പാലുകളും മുട്ടകളും എല്ലാം തന്നെ വളരെ വ്യാപകമായിട്ട് അവിടെ കിട്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് വിറ്റ് അവർ സുഖമായിട്ട് ജീവിക്കുന്നുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ ദീന് വിറ്റ് ജീവിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ തന്നെയാണിത്. തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് അൻസാർ സൂരി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കതൊന്ന് കേൾക്കാം. അല്ലാഹുവിന്റെ ദീനെ വിറ്റ് ജീവിക്കരുത്. ഏത് പാമ്പാണ് പാല് കുടിക്കുന്നത്? പാമ്പിന് പാലിനെ ദഹിപ്പിക്കാനുള്ള ദഹന വ്യവസ്ഥയില്ലെന്ന് ആർക്കറിയാൻ വയ്യാത്തത്? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ DC ബുക്കിലേക്ക് ചെന്നാൽ ഭാരതത്തിലെ പാമ്പുകൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് മേടിച്ച് വായിച്ചു നോക്കും. പാമ്പിനെ കുറിച്ച് സമഗ്രമായ വിശദീകരണമുണ്ട്. പാമ്പിന് പാല് ദഹിപ്പിക്കാനുള്ള ദഹന വ്യവസ്ഥയില്ല. അത് കഴിക്കുന്ന തവള, മാക്രി പോലുള്ള അതിൻ്റെ മാംസങ്ങളാണ് കഴിക്കുക. മുട്ട പോലും അപൂർവമായിട്ട് മാത്രം കഴിക്കുന്നതാണ്. അതിൻ്റെ ഡെയിലിയുള്ള ഭക്ഷണക്രമത്തിൽപ്പെട്ടതുമല്ലത്. അപൂർവമായി മാത്രമാണ് മുട്ടയും തിന്നാറുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം തവള, മാക്രി അതുപോലുള്ള ജീവികളാണ്. പാല് ദഹിപ്പിക്കാനുള്ള ദഹന വ്യവസ്ഥ അതിനില്ല ജന്മന തന്നെ. പിന്നെ കണ്ടത് പാല് കുടിക്കുക. എന്തിനാണ് ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ ഈ ചൂഷണമൊക്കെ? എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? നീയൊക്കെ പറയുന്ന ഇത്തരം സംസാരങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൊണ്ടിട്ട് മഹല്ലിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് പാവപ്പെട്ട സുന്നികളായ മുഅ്മിനീങ്ങളെ പറ്റിക്കുകയും അവരുടെ മനസ്സിനെ ഇളക്കുകയും ഇതൊക്കെയാണ് സുന്നിസം എന്നവർക്ക് തോന്നുന്ന രൂപത്തിലേക്ക് അവരുടെ മനസ്സ് മാറിപ്പോവുകയും ചെയ്യാൻ ഇതുപോലുള്ള വീഡിയോസുകൾ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഇറ്റലിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഡെയിലി ഓരോ വെള്ളിയാഴ്ചത്തെയും അവിടുത്തെ ഇസ്ലാം അശ്ലഷണത്തെക്കുറിച്ചുള്ള വീഡിയോ എനിക്കായിരുന്നു. എത്രയോ മുഅ്മിനീങ്ങളാണ് അവർ. ഈ പാമ്പും ചേരിയൊക്കെ ആയിട്ട് നടക്കുന്നവരല്ല. അവർ ഖാലിഖായ റബ്ബിലുള്ള വിശ്വാസത്തിൽ വരുന്നവരാണ്. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുകരണീയമായ മാതൃകയിൽ ആ ജീവിതം കണ്ടിട്ട് വരുന്നവരാണ്. ആ ഹബീബായി തങ്ങളുടെ വചനം കേട്ടിട്ട് വന്നവരാണ്. എന്തൊരു അവസ്ഥയാണ് ഇതൊക്കെ! ഇത് ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇത് കേട്ടാൽ എന്ത് വിചാരിക്കും? നാണക്കേടാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കാണും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഈ പാമ്പിന് ഈ പാലിനെ ദഹിപ്പിക്കാനുള്ള ദഹനശേഷി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് റെഫറൻസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി പാമ്പ് പാല് കുടിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അത്തരം ഒരു ആശയം ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊത്തിവെച്ചതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മഗ്‌രിബിൻ്റെ സമയമായാൽ 6 മണിക്ക് ശേഷം അങ്ങോട്ടെല്ലാം പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അതുവരെ നമുക്ക് അവിടെ കൊണ്ടുവച്ച് ഈ പാമ്പും മുട്ടയും എല്ലാം നേർച്ചയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്ന രീതിയിലാണ് ഈ ജനങ്ങളെ ആകർഷിക്കുന്നത്. അതും ഒരു മക്കാമിൻ്റെ പേരിലാണ്. തീർച്ചയായിട്ടും ഇത്തരം തട്ടിപ്പുകൾ വളരെ പച്ച വെളിച്ചം പോലെ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നടത്തപ്പെടുന്നുണ്ട്. ഈ 2025 കഴിയാൻ നേരത്ത് പോലും ചില ആൾക്കാർ അതിൽ വിശ്വസിക്കുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. ഇതിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വീണു പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ പ്രവാസികളായ ആൾക്കാരുടെ ഉമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അതൊന്ന് നിറവേറ്റി കഴിയാൻ, എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാൻ, എങ്ങനെയെങ്കിലും അവരുടെ വിഷമങ്ങളൊന്ന് മാറിക്കിട്ടാൻ കുറുക്കുവഴി തേടുന്ന ആൾക്കാരാണ് ഇത്തരം ഈ ഉഡായിപ്പ് പരിപാടിയിൽ പോയി പെട്ടുപോകുന്നത്. അവിടെ പോയിട്ട് പണവും അതുപോലെ തന്നെ മുട്ടയും പാലും എല്ലാം പാമ്പിന് നേർച്ചയാക്കിയിട്ട് ഉദ്ദിഷ്ട കാര്യം നേടാമെന്ന രീതിയിലാണ് ഇത്തരം
സ്ഥലങ്ങളിൽ നേർച്ച സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെയൊക്കെ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഈ നൂറ്റാണ്ടിലെങ്കിലും തുറന്ന മനസ്സോടുകൂടി നമ്മൾ അതിനെ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്തരമൊരു അദൃശ്യ ശക്തിയൊന്നും ഈ ലോകത്തെവിടെയുമില്ല. നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പടച്ചവനോട് പറഞ്ഞാൽ തന്നെ അതിന് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഇത്തരം കുറുക്കുവഴികൾ തേടുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും നല്ല അമലുകളും എല്ലാം നഷ്ടപ്പെടുമല്ലാതെ വേറെ ഒന്നും ഇതുകൊണ്ട് നേടാൻ വേണ്ടി സാധിക്കുകയില്ല. ഉസ്താദ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത്തരം പാമ്പിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ് പറ്റിക്കുന്ന, ദീനിനെ വിറ്റ് ജീവിക്കുന്ന ഇത്തരം ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരും അല്ലെങ്കിൽ സഹോദരന്മാരും ആരും തന്നെ പോകില്ല എന്ന് തീർച്ചയായിട്ടും നമ്മളാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. എന്നിട്ട് അവസാനം ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിലാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി അവസാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇറ്റലി പോലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ആദർശങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ റസൂലിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും എല്ലാം വളരെ അഗാധമായി പഠിച്ചതിന് ശേഷം അതിൽ ആകൃഷ്ടരായിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അവിടെ ഈ പാമ്പും പൈതാരയും ഒന്നും കണ്ടിട്ടല്ല എന്നുള്ള വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉസ്താദ് അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ബാക്കി കൂടി ഉസ്താദ് പറയും, നമുക്കതുകൂടി കേൾക്കാം. പാല്, ഈ പാമ്പിന് ഞാൻ നിനക്ക് പാലും മുട്ടയും മേടിച്ചു തരാം, നീ അതിൻ്റെ നേരെ വായിലിരുന്ന് വെച്ച് കൊടുക്കാവ. വൈകുന്നേരം വരുന്ന പാമ്പിൻ്റെ കൊണ്ട് കൊടുക്കാൻ നീ കാണിക്കുന്ന ഭക്തി, പാമ്പ് നേരെ നിന്റെ മുമ്പിലോട്ടൊന്ന് തുണിയും പൊക്കി പിടിച്ചോണ്ട് നീ ഓടുന്ന നിന്റെ യുക്തി അല്ലേ? അതല്ലേ ഇസ്ലാമിന്റെ ഏത് ആരാധന കർമ്മങ്ങൾ അതിന് നിർഭയത്വം ഉണ്ടാവും. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒരു നിർഭയത്വം ഉണ്ടാവും. ആ നിർഭയത്തോടെ ഉണ്ടോ? ആ നിർഭയത്തോടെ ഉണ്ടോ? ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ, ഉംറ ചെയ്യാൻ പോകുമ്പോൾ, നീ ഏത് നേർച്ചക്കാണെങ്കിലും നീ ഒരു മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി നീ നേർച്ച, നീ അള്ളാഹുവിന്റെ ഇറക്ക് വേണ്ടി നീ ഒരു മൃഗത്തെ നേർച്ചയാക്കി നീ അറുത്ത് കൊടുക്കുമ്പോൾ നിനക്ക് അവിടെ നിർഭയത്വം ഇല്ലേ? ഇതിലെന്ത് നിർഭയത്വം ഉള്ളത്? പാമ്പിന് പാലും മുട്ടയും തേങ്ങാക്കൊലയാണ്. ഏത് ജീവിക്കും ഭക്ഷണം കൊടുത്താൽ അതിന് പുണ്യം കിട്ടും. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ വിചാരിയായ പെണ്ണ് പോലും സ്വർഗത്തിൽ കടന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഏത് ജീവിക്കും അതിന് ഇവിടുന്ന് വണ്ടി കയറി പോകേണ്ട കാര്യമുണ്ട്? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാക്കക്കും കോഴിക്കും പൂച്ചക്കും കൊടുത്താൽ മതിയല്ലോ. എന്തിനാ വണ്ടി കയറി അവിടെ പോകുന്നത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിൻ്റെ മരണപ്പെട്ട ആ ജീവിതം മുഴുവൻ റബ്ബിന് വേണ്ടി സമർപ്പിച്ച മനുഷ്യന്മാരുടെ പേരിൽ എന്തെല്ലാം കെട്ടുകഥകളാണ് ഈ ഉണ്ടാക്കി വിടുന്നത്. എന്നിട്ട് ഇതൊക്കെ സുന്നത്തെ ജമാഅത്തിന്റെ പേരിൽ ചെലവാക്കുക. അത് ഒന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ ഭക്തിയാണ്. രണ്ടാമത് പാമ്പിനെ കണ്ടാൽ തീർച്ചയായിട്ടും തിരിഞ്ഞോടുമെന്നുള്ളത് അത് യുക്തിയാണ്. ഇത്തരം യുക്തി വെച്ചുകൊണ്ട് തന്നെയാണ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഇത്തരക്കാർ വളരെ ലാവിഷായിട്ട് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫണ്ടിങ്ങിനോ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കോ യാതൊരു തടസ്സവുമില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു നിർഭയത്വം ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലൊരു നിർഭയവുമില്ല. പാമ്പ് വന്നാൽ തുണി പൊക്കി ഓടുക എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഉസ്താദാണെങ്കിലും അതുപോലെ തന്നെ ഈ പരിപാടി നടത്തുന്ന ആളായെങ്കിലും ആരാണെങ്കിലും സ്വയം ജീവരക്ഷാർത്ഥം തീർച്ചയായിട്ടും ഓടി രക്ഷപ്പെടുക തന്നെയായിരിക്കും ചെയ്യുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഇത്തരം ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഫണ്ടിങ് കുറവ് അല്ലെങ്കിൽ ശമ്പളക്കുറവ് അതുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽപ്പെട്ട ഈ പരിപാടിയിലേക്ക് ഇവർ നീങ്ങുന്നത് എന്ന കാര്യം സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അൻസാർ സുഹരി ഉസ്താദ് പറഞ്ഞത്, നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന സംഖ്യ അല്ലെങ്കിൽ സാലറി കുറഞ്ഞു പോയി അല്ലെങ്കിൽ പോരാതെ തികയാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സെക്കൻഡ് ജോബ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം ഉഡായിപ്പ് പരിപാടികളുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഉസ്താദ് പറഞ്ഞിരിക്കുകയാണ്. ഇത്തരക്കാരെ തീർച്ചയായിട്ടും വിമർശിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് നമുക്കും അതുപോലെ തന്നെ ഉസ്താദിനും അടുക്കാം തീർച്ചയായിട്ടും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ഇത്തരം അനാചാരങ്ങൾ തീർച്ചയായിട്ടും ഇസ്ലാമിൽ നിന്നല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ അതിനെ അംഗീകരിച്ചാലും ഇതിനെ പ്രതികൂലിച്ചാലും എനിക്ക് കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഇത് തെറ്റാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.